എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ കേരള ടൂറിസം വകുപ്പിലാണ് ജോലി അവസരം വിളിച്ചിട്ടുള്ളത്. വിവിധ തസ്തികയിലോട്ടാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. സംഘടനയുടെ പേര് കേരള ടൂറിസം വകുപ്പാണ്. 38 വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. വിവിധ ജില്ലകളിലായിട്ടാണ് നിയമനം നടക്കുന്നത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫ്, കുക്ക്, അസിസ്റ്റൻറ്റ് കുക്ക്, റിസപ്ഷനിസ്റ്റ്, കിച്ചൺ മേറ്റ്. ജോലി തരം വരുന്നത് കരാർ അടിസ്ഥാന നിയമനമായിരിക്കും. ഒഴിവുകളുടെ എണ്ണം 38 ജോലി സ്ഥലം കേരളത്തിലെ വിവിധ ടൂറിസ്റ്റ് സ്ഥാപനങ്ങളിലോട്ട് ജോലി വരാം. ശമ്പളം പറയുന്നത് അവർ ഔദ്യോഗിക നോട്ടിഫിക്കേഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. അപേക്ഷയുടെ മോഡ് തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. പ്രധാന തീയതികൾ, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഔദ്യോഗിക വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ യോഗ്യതാ മാനദണ്ഡം, വിദ്യാഭ്യാസ യോഗ്യത, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് 10ാം ക്ലാസ് യോഗ്യത പറയുന്നുണ്ട്. ഹോട്ടൽ അക്കോമഡേഷൻസ് ഓപ്പറേറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നവർക്ക് മുൻഗണനയുണ്ട് 6 മാസത്തെ. ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫിന് +2 ആണ് യോഗ്യത പറയുന്നത്. ആൻഡ് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. കുക്ക് ജോലിക്ക് 10ാം ക്ലാസ് പാസ്സാണ്. ഫുഡ് ക്രാഫ്റ്റ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 1 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അസിസ്റ്റൻറ്റ് കുക്ക് 10ാം ക്ലാസ് പാസ്സാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. റിസപ്ഷനിസ്റ്റ് +2 ആണ് യോഗ്യത. ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നവർക്ക് മുൻഗണന, +2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. കിച്ചൺ മേറ്റ് 10ാം ക്ലാസ് പാസ്സാണ്. ഫുഡ് ആൻഡ് പ്രൊഡക്ഷൻസ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റും 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 18-നും 36-നും ഇടയ്ക്കാണ്. സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് പ്രായ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷയുടെ ഫീസ് ഔദ്യോഗിക നോട്ടിഫിക്കേഷനിൽ വിശദമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കുന്നത് യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷിക്കേണ്ടത് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ആവശ്യമായ ഡോക്യുമെൻറ്റ്സുകൾ ഒരുക്കി തപാൽ വഴി അയക്കണം.